അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, 4ാം ക്ലാസ്സിലെ അറബി അതിലെ 9ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. വളരെ ചെറിയ വർക്കാണ് ഉള്ളത്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ 28ാമത്തെ പേജിൽ, അതിന് മുമ്പുള്ളതൊക്കെ നമ്മൾ ചെയ്തതാണ്. 28ാമത്തെ പേജിൽ 3ാമത്തത് അഖ്മിൽ, നീ പൂരിപ്പിക്കുക. അപ്പം അവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക. അവിടെ കണ്ടില്ലേ, ഒരു ചെറിയ ആദ്യത്തെ ഞാൻ പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതേണ്ടതാണ്. ജലസ ത്വയ്ഫുലുൻ, കുട്ടി ഇരുന്നു. ഡാഷ് ബൈത്തി, അപ്പം എന്താ പറയുക? ജലസ ത്വയ്ഫുലുൻ ഫിൽ ബൈത്തി. കണ്ടില്ലേ, കുട്ടി വീട്ടിൽ ഇരുന്നു. അത് ഒരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസ് നോക്കിയാട്ടെ. ഫി യദി, കയ്യിലുണ്ട്. ഡാഷ് ഖുബ്സുൻ, ഖുബ്സ് നമ്മൾ പഠിച്ച പദമാണ്, റൊട്ടി. അപ്പം അവിടെ യോജിച്ചത് എന്താണോ അത് നിങ്ങൾ എഴുതുക. ജാഅ ഖുറാബുൻ, ജാഅ ഖുറാബുൻ ഖതഫൽ ഖുബ്സ സുമ്മ ത്വാറ. ഖുറാബ് കാക്ക, കാക്ക വന്ന് ആ ഖുബ്സ് എന്ത് ചെയ്തു, അതും എടുത്ത് പറന്നു. അപ്പോൾ അവിടെ എന്താണ് യോജിച്ചത് അത് നിങ്ങൾ എഴുതുക. ജലസ, ഇരുന്നു. ഡാഷ് അലാ ഷജറത്തിൻ, ആരാണ് ഇരുന്നത് അത് നിങ്ങൾ എഴുതുക, ഡാഷ് ഉള്ളിടത്ത്. സുമ്മ, പിന്നെ ഖാല, പറഞ്ഞു. ഖാ ഖാ, ആ ശബ്ദം നമുക്കറിയാലോ ആരതാണെന്നുള്ളത്. സഖത, വീണു. സഖത, വീണു. ഡാഷ് ഇലൽ അർളി, ഭൂമിയിലേക്ക്. എന്താണ് വീണത്, എന്താണ് കൊണ്ടുപോയത്, ആ സാധനമായിരിക്കും വീണിട്ടുണ്ടാകാം. മനസ്സിലായില്ലേ? വളഹിക, എന്നിട്ട് ചിരിച്ചു. ഡാഷ്, ആരായിരിക്കും ചിരിച്ചിട്ടുണ്ടാകുക അത് നിങ്ങൾ എഴുതുക, യോജിച്ചത് എഴുതിയാൽ മതി. വഖാല, എന്നിട്ട് പറഞ്ഞു. ഹാ ഹാ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ സാധാരണ ഒരാളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും വീണുമ്പോൾ നമ്മൾ ചിരിക്കലില്ലേ, അതാണ്. അപ്പോൾ അവിടെ ആരാണ് ചിരിച്ചത് അത് യോജിച്ചത് ആരാന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത 4ാമത്തത് ലിൽ കിതാബത്തി, നിങ്ങൾ അതേപോലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ആ ഡാഷ് എന്നുള്ളിടത്ത് അത് നിങ്ങൾ എഴുതുക. അതേപോലെ അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ടോ, ഈ താഴത്ത് കൊടുത്ത ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലൂടെ വളരെ ഭംഗിയിൽ എഴുതണം. എന്തിനാണ്? എഴുത്ത് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ. അത്രയും എഴുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അയക്കുക. ആദ്യത്തത് യോജിച്ചത് പൂരിപ്പിക്കാൻ വേണ്ടിയാണ്, ആലോചിക്കുക, ആലോചിച്ച് എഴുതുക. 2ാമത്തത് പൂരിപ്പിക്കലാണ്, അതുപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ്. നല്ല മക്കളായിട്ട് എഴുതുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.